ഞാനിട്ട് കഴിഞ്ഞ റീലിൽ വന്നൊരു കമന്റ് ആയത്. അതിനകത്ത് പറയുന്നത് ആ കുട്ടിക്ക് ടിക്കറ്റ് എടുക്കാൻ പോലും ഭയങ്കര കഷ്ടപ്പെട്ടിരുന്നു, സവർണ ജാതിയായിരുന്നു, ആൻഡ് MSc അപ്ലിക്കേഷന് പോയപ്പോൾ തന്നെക്കാട്ടിലും റാങ്ക് കുറവുള്ള ആൾക്ക് ജോലി കിട്ടി. സോ ദിസ് ഇസ് എ കോമൺ കംപ്ലൈന്റ്. എപ്പോൾ സംവരണത്തെ കുറിച്ച് പറഞ്ഞാലും ഇങ്ങനെ കുറച്ച് ആളുകൾ വന്ന് ഇങ്ങനെ വിഷമിക്കുന്നതും കരയുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദ പോയിന്റ് ഈസ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് വെൻ യു ലുക്ക് അറ്റ് ദീസ് കേസസ്, ഇങ്ങനെയുള്ള മനുഷ്യര് അവർക്ക് ജോലിയിൽ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ കോളേജ് അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ PSCയിൽ റാങ്ക് കുറവുള്ളവർക്ക് ജോലി കിട്ടി, അങ്ങനെയൊക്കെ കുറെ കംപ്ലൈന്റ് പറയുന്നവരോട് ആഫ്റ്റർ 5-10 years അവരെവിടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നെങ്കിൽ അവരുടെ തന്നെ സവർണ ജാതിപ്പെട്ട ഒരാളുമായിട്ട് കല്യാണം കഴിച്ച് സ്ത്രീധനവും വാങ്ങിച്ച് എവിടെയെങ്കിലും പോയി വീടും വെച്ച് സെറ്റിൽ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോയി ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർ 2-3 കൊല്ലം കൂടെ അറ്റംപ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഗവൺമെന്റ് ജോലിക്ക് എടുക്കുന്നു. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. നിങ്ങൾ ഈ സവർണ ജാതിയിലുള്ള ആളുകൾക്ക് ഏതോ ഒരു സ്ഥലത്ത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെന്ന് പറയുന്ന കരയുന്നവരുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവർക്ക് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടി അവരുടെ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അവർക്കുണ്ട്. ഇവരുടെ മുമ്പിലുള്ള 1000 ഓപ്പർച്യൂണിറ്റികളിൽ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമായിരുന്നു ഈ പോയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേ സ്റ്റിൽ ഹാവ് ദാറ്റ് 999 ഓപ്പർച്യൂണിറ്റീസ്. ബട്ട് ഭൂരിപക്ഷം സംവരണ വിഭാഗത്തിലുള്ള മനുഷ്യരുടെയും ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഭൂരിപക്ഷം. ഞാൻ എക്സെപ്ഷൻസിന്റെ കാര്യമല്ലോ, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് എക്സെപ്ഷൻസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് മെജോറിറ്റി ഓഫ് ദ തിങ്സ്. അപ്പോൾ ഈ മെജോറിറ്റി ഓഫ് സംവരണ ഇതര വിഭാഗത്തിലുള്ള മനുഷ്യരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ അവർക്ക് വേറെ സ്ഥലത്ത് കിട്ടും. നമ്മുടെ ഇന്ത്യയിൽ സംവരണം ആക്ച്വലി മാറ്റർ ചെയ്യുന്ന തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ വർക്ക് ഫോഴ്സിന്റെ ഏതാണ്ട് 4%, 5% എങ്ങാണ്ടേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അവർ ഈ 4% സംവരണം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നത്? ഓരോ വർഷം പൊതുമേഖലയുടെ ജോലികൾ കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇവർ എന്തുകൊണ്ടായിരിക്കും ഈ ഗവൺമെന്റ് ജോലികളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ സംവരണം വഴി നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല, ജോലി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം? ബിക്കോസ് ദേ നോ ദാറ്റ് ഗവൺമെന്റ് ജോബ്സ് ആർ ഗുഡ്. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ജോലികളാണ് ബെറ്റർ എന്ന് ഇവർക്ക് അറിയാം. അപ്പൊ ഇവരുടെ കംപ്ലൈന്റ്, ഇവരുടെ ദേഷ്യവും ഇവരുടെ റേജും ഇവർ കാണിക്കേണ്ടത് എങ്ങോട്ടാണ്? ഇവരുടെ റേജും ഇവരുടെ കംപ്ലൈന്റ് ഇവർ കാണിക്കേണ്ടത് ക്യാപിറ്റലിസത്തോടാണ്. ഈ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ നല്ല തൊഴിൽ വ്യവസ്ഥകളോ തൊഴിൽ അവസരങ്ങളോ തൊഴിലാളി നിയമങ്ങളോ തൊഴിലാളികൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലോ തരാത്ത ക്യാപിറ്റലിസത്തോടല്ല ഇവർ ദേഷ്യപ്പെടുന്നത്. നല്ല ജോലി സാധ്യത കൊടുക്കുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളോടാണ് ഇവരുടെ റേജ് കാണിക്കുന്നത്. ഇവർ കൺഫ്യൂസ്ഡ് ആണ്. ഇവരുടെ റേജ് ഇവർക്ക് എങ്ങോട്ട് കാണിക്കണം എന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഇവരുടെ റേജ് കാണിക്കുന്നത് റോങ് സ്ഥലത്തോട്ടാണ്.